ഹലോ. ഹലോ. നീ ഇപ്പടിയുള്ളേ? ഞാന് പുറത്തോളെ. എന്താ? ഒന്നുമില്ല, എന്റെ വീട് ശരിയായിനാ? അത് ചോദിക്കാനാ? എന്റെ വീട് ശരിയായെന്ന് വെച്ചാല് വീട് ശരിയായെന്നൊന്നുമില്ല, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ശരിയാവുക? അത് കുറച്ച് സമയം എടുക്കൂലേ, അതിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ആവും, ഒരു 3-4 ദിവസം കൊണ്ടാവും. എത്ര ദിവസം എടുക്കൂ? എന്താ അല്ല, നിനക്ക്? ഞാൻ വിചാരിച്ചു ഞാൻ പൈസയാലെങ്കിലും ആവുമെന്ന്. എല്ലാം കൂടെ അങ്ങനെ നിനക്ക് തിരക്കായ? തിരക്കില്ലാണ്ട് കൊടുങ്ങ. അത് ശരി, അങ്ങനെ നിൽക്കുകയെന്നാ? അല്ല, വയസ്സായെങ്കിലും ആവുമെന്ന് വെക്കാൻ. ഇത് ആവുന്ന് പറഞ്ഞിട്ട് കൊറേ ആയില്ലേ. നീ ആദ്യം ഓക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ 2 ദിവസമല്ലേ ആയല്ലോ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു നീ വേഗം ആക്കും. ഞാൻ വെച്ച് നീ വിളിക്കുന്ന കണ്ടിട്ട് ഇന്ന് അങ്ങോട്ട് വരാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്താ? അതാ അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ പിള്ളേരെയും കൂട്ടുന്നില്ല. വൈകുന്നേരം തന്നെ തിരിച്ചു വരുവാ? ഇല്ല, 2 ദിവസത്തേക്ക് പോന്നു. അവിടെ നിക്കാനാ? നീ അങ്ങോട്ടേക്ക് വരുവാ? ഞാനത് ചോദിക്കാനാ നിക്കുന്നു. അല്ല, പകലൊന്നും വന്നിട്ടുണ്ട്. പകലൊന്നും വരണ്ടാന്ന്. പിന്നെപ്പാ? രാത്രി വന്നാ മതി, ഒരു 12 മണി അങ്ങനെ സമയത്ത്. മോളെ, രാത്രി നീ മുമ്പ് വന്ന അറിയാം. അവിടെ കൊറേ കൊല്ലായില്ലേ വന്നിട്ട്. മറ്റേ കുളിമുറിന്റെ ഭാഗമെല്ലാം അവിടെ ഉണ്ടാ ഇപ്പൊ? എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നീ വന്നാ മതി. എന്നിട്ടോ? ഒരു 12 മണി കഴിയുമ്പോ വന്നാ മതി. അച്ഛനും അമ്മയും വേഗം ഉറങ്ങും. എന്നാ കുറച്ച് നേരത്തെ വന്നൂടെ? അയ്യോ, നേരത്തൊന്നും വേണ്ട. അപ്പൊ പിന്നെ ആളെല്ലാം ഉണ്ടാവൂലേ പിന്നെ വൈക്കും. മറ്റേ അതൊരു അട്ടപ്പാടി ഏരിയല്ലേ. ഞാന് ഒരു 10-9 കഴിയുമ്പോ തന്നെ ആ ഭാഗത്ത് എവിടെയും ആളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇപ്പൊ അട്ടപ്പാടി ഇന്ന് പണ്ട് വന്നിയല്ലേ. അട്ടപ്പാടി തന്നെ, പക്ഷെ ഇങ്ങനെ ആളെല്ലാം ഇപ്പൊ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. എന്നാ ഇന്ന് രാത്രി ഞാൻ എന്തായാലും വരും. വരുവാ? ഉറപ്പായിട്ടും വരും. വരുവാന്നാ? നമുക്ക് അവിടെ നിന്ന് അടിച്ചു പോയിക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കലായ? അല്ല, അങ്ങനെയല്ല, എന്തായാലും വരാം. നോക്കാന്നല്ല, ഇത് 12 മണിയാണോ എന്നുള്ളതാണ് നോക്കാന്ന് പറഞ്ഞ. കുറച്ച് നേരത്തെ വരും. നേരത്തെ വന്നിട്ട് ആരും കണ്ടിട്ടുണ്ടെങ്കിലോ? ആരും കാണുന്നില്ല. 11 മണിക്ക് വന്നാൽ അത്രയും സമയം കിട്ടൂലേ നമുക്ക്? നീക്ക് ധൃതിയായല്ലേ, അന്ന കൊടുക്കുവാ? നേരത്തെയായി പോവാ? അതിലും നേരത്തെ ഒന്നുമില്ല. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ചെയ്യാനൊരു സമയം കിട്ടൂ. 2 ദിവസം ഉണ്ടാവും. 2 ദിവസം ഉണ്ട്. 2 ദിവസം വരട്ടെ. വരുവേ? 2 ദിവസം അത്രേ ഉള്ളൂ. കൊളമൊന്നും ആവൂല. എന്ത് കൊളാകാൻ? ഞാൻ വന്നിട്ട് എപ്പം കൊളാക്കിയിട്ടുണ്ടാ? ഇന്ന് നീ വാ, എന്നിട്ട് നോക്കാം. നാളെ നാളത്തേക്ക് പറ്റണ്ടേ? അതൊന്നും പ്രശ്നമില്ല, അതെല്ലാം എണീപ്പിക്കാം. അല്ല, നീ അങ്ങനെയല്ലേ കളിക്കോ, അതുകൊണ്ട്. ഇന്ന് വേണം ഒന്ന് മനസ്സറിഞ്ഞ നർമാദിക്കാൻ. അതെന്നാ പറഞ്ഞേ, എനിക്ക് എണീക്കാൻ പറ്റുമോ നാളാന്ന്? എന്തായാലും എണീക്കാനും പറ്റും. അപ്പൊ നാളെന്നല്ല, 2 ദിവസം ഉത്സവമാണ് കേട്ടോ ഇനി. അതിലൊരു മാറ്റവും ഇല്ല. ഞാനിങ്ങനെ നേരത്തെ കുളിച്ച് നല്ല ഇതായിട്ട് നിക്കാം. സെറ്റപ്പായിട്ട് നിന്നാ പിന്നെ അമ്മക്കെന്നാ അസുഖം? അമ്മക്ക് പനിയാണ്. അതിനാന്നാ പോന്ന്? പനിച്ച് കഴിഞ്ഞാൽ അമ്മയൊറ്റക്ക് പണി കൊടുക്കാൻ കഴിയില്ലല്ലോ. അതെ, അമ്മേന്റെ അരുവത്ത് കിടന്നിട്ട് നീ കൂടി പനി പിടിപ്പിക്കണ്ട. ഞാൻ അമ്മേന്റെ അടുത്തൊന്നുമില്ല കിടക്കും, ഞാൻ മേലെ കിടക്കും. പണ്ടേ ഉള്ള മുറിയനായിരിക്കും അല്ലേ?
ഓക്കെ. നിനക്കറിയാലോ. അറിയാണ്ടെന്താ, നീ എത്ര തവണ എന്നെ വിളിച്ച അടുത്തേക്ക്? അതെ. നീ പകല് വന്നാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, പകല് വേണ്ട, പകൽ ശരിയാവില്ല, രാത്രി ആണല്ലേ. അല്ല, താമസിക്കാൻ പറ്റൂലല്ലോ, കൂട്ടുകാരനാന്ന് ഓർത്ത് വരാം, ഫ്രണ്ടാന്ന് ഓർത്ത്. ഇല്ല, അത് വേണ്ട, എന്നിട്ട് പോണ്ട, രാത്രി മതി മോളെ. സന്തോഷായിരിക്കല്ലേ? സന്തോഷായിന്നാ? ഇപ്പൊ തന്നെ ചെക്കൻ എണീറ്റ് ഓടാൻ നോക്കുന്നുണ്ട്. അവിടെ അടങ്ങി കിടക്കാൻ പറ. അല്ല, ഇത് എപ്പോന്നും ആക്കണ്ട കേട്ടാ. എപ്പോന്നും ആക്കണ്ട, നീ സ്ഥിരാടെ നിക്കൂലല്ലോ. ഇല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞേ, നീ വേഗം ഞാൻ മുമ്പേ പറയില്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചോളൂ. ഞാൻ എന്നോട് മുമ്പേ പറയില്ലേ, നീ ഇടക്കിടക്ക് എന്റെ വീട്ടിൽ പോകണം. എന്തായാലും ഒരാഴ്ചക്ക് 2 ദിവസം കൊണ്ട് നമുക്ക് പനിച്ചാ മതി. അയ്യോ, അല്ല, ഇവിടെ പിള്ളേരും ഒറ്റക്കല്ലില്ലു, അതുകൊണ്ട് അങ്ങനെ അപ്പം പോയിട്ട് നിക്കാനും പറ്റില്ലല്ലോ. അതൊക്കെ. അപ്പോ വേറെ എന്തെങ്കിലും കൊണ്ടുവരണോ വരുമ്പോ? അല്ല, എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിട്ട് കൊണ്ടുവരണോ? ഉണ്ടല്ലോ. നിങ്ങള് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ വെറും കൈയാക്കണ്ട. എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ സലാഡ് ആക്കാൻ പറ്റിയ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാകുമ്പോ നിനക്ക് ഇരട്ടി സന്തോഷാവുമല്ലോ. നേരം വെളുക്കോളം സമയമുണ്ടല്ലേ, 2 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്നും പറയാണ്ടല്ലോ. ഉറപ്പല്ലേ? നീ പൊളിച്ചൊക്കെ പോയാൽ മതി. നാളെ ഞാൻ എങ്ങനെയും പോയിക്കോളും. അപ്പൊ എന്റെ വീട്ടിലെന്ത് പറയൂ? എന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് പ്രശ്നമില്ല, എനിക്കൊന്നും അതൊന്നും വിഷയമല്ല. നീ പറഞ്ഞ സാധനം വാങ്ങി സാധനം മേടിക്കും. അവിടെ എത്തിയിട്ട് പിന്നെ അയ്യോ എന്നൊക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞേക്കത്. ഒന്നും പറയില്ല. ഇന്ന് ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരാം, സ്വർഗത്തില്. എന്താ കിടന്ന് സൗണ്ട് ഉണ്ടാക്കറേ. അന്നേരം പിന്നെ താഴെ അച്ഛനും അമ്മ എണീറ്റ് മേലെ പാഞ്ഞം വരും. അച്ഛനും അമ്മ ഉറങ്ങിയ പിന്നെ അങ്ങനെ വേഗം ഇതാവൂല, മുടിച്ചെടുക്കുന്നല്ലേ. അടുത്ത് കുറച്ച് താഴോട്ട് നീണ്ട് വീടില്ലേ, ആടുന്ന ആൾക്കാർ പാഞ്ഞം പറഞ്ഞു കേട്ടോ, മേലെ നമ്മൾ നല്ല സൗണ്ട് കേൾക്കും. അതൊന്നുമില്ല, നല്ല കൺട്രോൾ ഉണ്ടായാൽ മതി. അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളൂ. നീ ഒച്ചപ്പാടുണ്ടാക്കണ്ടെന്നാണ്. ഞാനങ്ങനെ ഒച്ചപ്പാടാക്കാനൊന്നുമില്ലല്ലോ, നീയല്ലേ സമനില തെറ്റിയ പോലെ പിന്നെ വായു പതി പിടിക്കാൻ എനിക്ക് നേരമുള്ളൂ. അല്ല, അത്യാവശ്യമുള്ള സൗണ്ടൊക്കെ ആയിക്കോ, ഒരുപാട് മറ്റേ എക്കോ കൂട്ടുണ്ടെന്നേ ഉള്ളൂ. സൗണ്ട് കേൾക്കുമ്പോ ഒരു സുഖാണല്ലോ. സൗണ്ടൊക്കെ കേൾക്കുമ്പോ എനക്കും ഒരു സുഖമാണ്. സൗണ്ട് ഉണ്ടായാലേ അതിന് സുഖമുള്ളൂ. ശരി, അറിയാണ്ട് വരുന്ന സൗണ്ട് ആയിരിക്കും അല്ലേ. പക്ഷെ അതിനൊരു പരിധി വേണം. ഇല്ലാതിരിക്കുക സൗണ്ട് ആക്കാൻ പറ്റാതിരിക്കാന്നാക്കിയാല് ആൾക്കാരൊക്കെ ഓടി വരും എന്നുള്ള ചിന്ത എന്താണ്ടേ. അപ്പൊ ഇത്രയും കാലം കണ്ടതൊന്നുമല്ല കാണാൻ പോകുന്നത് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയ പോലെയല്ലേ. എനിക്കത് ഇപ്പഴേ ഇളകി, ഞാനിപ്പം തന്നെ വന്നുള്ള ചിന്തയിലാക്കുള്ളു. ഇപ്പൊ നിങ്ങൾ എന്താ ഞാൻ വിളിക്കും അങ്ങെത്തിട്ട്. അങ്ങെത്തിട്ട് വിളിച്ചോ, അപ്പോഴേക്ക് ഞാനെല്ലാം റെഡി ചെയ്ത് വെക്കട്ടെ. പിന്നെ എനക്കും നിക്കാനും കഴിയില്ല. ശരിക്കും വീണ് കിട്ടിയ അവസരം ഇത് കേട്ടാ.
പിന്നെ നിന്റെ ഇത് വീടും മുറിയെല്ലാം കാത്തിട്ട് എത്ര ദിവസം ചേച്ചിട്ടാ നിക്കുവാ? അല്ല അങ്ങനെയല്ല, വീട് മുറിയെല്ലാം ശരിയാവും എത്ര ദിവസമായാലും. പക്ഷെങ്കില് ഇന്ന് ഒന്നിനും അതിര് വരമ്പില്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇഷ്ടമല്ലേ. ആ അത് പാടില്ല ഇത് പാടില്ല ഒന്നുമില്ല, ഒന്നും പാടില്ല കേട്ടോ. ഇല്ല. ഉം. 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 നല്ല തണുപ്പായിരിക്കുമല്ലേ അങ്ങോട്ട് ഏട്ടപ്പാടിയിൽ? തണുപ്പുണ്ട്. ആ ഇവിടെ ഇപ്പൊ നല്ല തണുപ്പല്ലേ, അതിന്റെ ഇരട്ടി അടി ഉണ്ടാവും. ആലോചിക്കാൻ പോലും വയ്യ. എന്നാ പിന്നെ എന്നാ പിന്നെ നീ റെഡിയാവ്. എത്തിയിട്ട് വിളിക്ക്. അവിടെ എത്തിയിട്ട് വിളിക്ക്. ഇനി മാറ്റം ഉണ്ടാവല്ലോ, പോക്കില് മാറ്റം ഉണ്ടാവല്ലോ? ഇല്ല, മാറ്റം പോകൂ. എന്നാ പിന്നെ ഞാൻ വന്നിരിക്കും.